മഴക്കാലമായി കഴിഞ്ഞാൽ പാലക്കാട്ടിലെ ക്ലൈമറ്റ് ഒരു പ്രത്യേക വൈബാണ്. ആർക്കഴിയും ഒരു ചായയും കടിയായാലോ എന്ന് തോന്നിപ്പോവും. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ കാട്ടിൻ്റെ ഉള്ളിലാണ് ജീവിക്കണതെന്ന്. അതെ ഗൈസ്, ഇത് സത്യം പറഞ്ഞ ഒരു ചെറിയ കാട് തന്നെയാണ്. വിധി ഒരു 5.5 വർഷത്തേക്ക് എന്നെ എത്തിച്ച നാട്. ആദ്യമൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നോട് രക്ഷപ്പെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം, എൻ്റെ സ്വപ്നം, അത് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എന്നെ നിൽക്കാൻ പഠിപ്പിച്ചൊരു നാട്. അതിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. ഓക്കെ, ഫിലോസഫി പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. സോ ഇന്ന് ഞാനും എൻ്റെ റൂംമേറ്റും കൂടി ഒരു അടിപൊളി ചായ കുടിക്കാനായിട്ട് നരണി ബ്രിഡ്ജിൽ പോവാണ്. പോകുന്ന വഴി പശുക്കളും ആട്ടിൻകുട്ടികളും എല്ലാം നമ്മളെ വരവേൽക്കാനായിട്ട് വന്നിട്ടുണ്ടായി. ഇത് കണ്ടോ, ഇതൊരു അടിപൊളി സ്ഥലമാണ്. ലൈറ്റിങ് അത്ര ശരിയല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ ബ്യൂട്ടി ശരിക്കും മനസ്സിലാവാത്ത. നേരിട്ട് കാണുമ്പോൾ എന്ത് രസമാണെന്ന് അറിയോ കാണാൻ, ഭയങ്കര ഫിലിമിയാണ്. ഇതാണ് നരണി ബ്രിഡ്ജ്. കോളേജിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഇല്ലാണ്ട് ചായ കുടിച്ച് വൈബാക്കണമെങ്കിൽ നമ്മൾ പിള്ളേരെല്ലാവരും ഇങ്ങോട്ടാ വരാറ്. ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മയും അച്ഛനോട് പറയായിരുന്നു, ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു 10-20 വർഷം പിന്നിലോട്ട് പോയൊരു ഫീലിംഗ് ആണെന്ന് പറഞ്ഞാൽ. അവിടുത്തെ ഒരു നിശബ്ദതയും കാഴ്ചകളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡോ. ഇതാണ് ഞാൻ പറഞ്ഞിരുന്ന ആ സ്പോട്ട്. പാലത്തിൻ്റെ അരികിൽ നിന്ന് കയ്യിലൊരു ചായയും കടിയും സൺസെറ്റൊക്കെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം, അതൊരു വേറെ ഫീലിംഗ് ആണ്. അപ്പം നമുക്കിനി തിരിച്ചു പോയാലോ? ആൻഡ് ഗൈസ്, വന്ന വഴി ഒരിക്കലും തിരിച്ചു പോകരുത്, കാരണം അത് ഒട്ടും സേഫ് അല്ല. ഒറ്റയ്ക്ക് ഒരിക്കലും പോകരുത്. വന്യമൃഗങ്ങളായ കാട്ടുപന്നിയൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എമർജൻസി കണ്ടീഷൻസിൽ മാത്രമേ ഈ വഴി എടുക്കാറുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.